ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് രാമായണ മാസക്കാലമല്ലേ, അതുകൊണ്ടൊരു കൾച്ചറൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. രാമായണം പൗരാണിക ഭാരതത്തെയും ആധുനിക ഭാരതത്തെയും ഒരേപോലെ സ്വാധീനിച്ചിട്ടുള്ള മഹത്തായ ഇതിഹാസം. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലെ 24,000 ശ്ലോകങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നതാകട്ടെ രാമൻ്റെ ചരിത്രവും. രാമൻ്റെ അയനമെന്നാണ് രാമായണത്തിൻ്റെ അർത്ഥം. അയനമെന്നാൽ യാത്ര എന്നർത്ഥം. സത്യനിഷ്ഠയിലൂടെയുള്ള രാമൻ്റെ സഞ്ചാരമാണ് രാമായണം. ഈ മുഴുവൻ പ്രതിപാദ്യ വസ്തുവിനെയും ഒരൊറ്റ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഏകശ്ലോകി രാമായണം. ഇത് ഒരേ ഒരു ശ്ലോകമാണ്. രാമായണത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങളെയെല്ലാം ഈ ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒരു ശ്ലോകം എന്നതിന് ഏകശ്ലോകി എന്ന് പറയുന്നു. രാമായണം മുഴുവൻ ഒറ്റ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ ഏകശ്ലോകി രാമായണം എന്ന് പറയപ്പെടുന്നു. ഈ ഏകശ്ലോകി രാമായണം മാത്രം ചൊല്ലിയാൽ രാമായണം പൂർണ്ണപാരായണം ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഹരി ഓം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുരാമായ രാമായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ഏകശ്ലോകി രാമായണം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ.